നമ്മൾ ഇന്നും മുത്തുനബിയുടെ ചാരത്തെത്തിയാൽ എന്ത് വേണം? വളരെ സൈലന്റ് ആയിരിക്കണം, വളരെ സൈലന്റ് ആയിരിക്കും, കാമൻ കൊയ്ത്തായിട്ടായിരിക്കണം. ചിലർ അവിടുന്ന് ഭയങ്കര ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്ക് ലൈവ്, യൂട്യൂബ് ലൈവ് ഭയങ്കര സംഭവമാണ്. ചിലർ മൊബൈലും പിടിച്ച്, അതവിടെ നിരോധനമല്ല, ഇതിങ്ങനെ പിടിച്ചു പോകുന്നത് എഴുതി വെച്ചിട്ടുണ്ട് പലയിടത്തും. പക്ഷെ ആളുകൾ ചിലപ്പോൾ തടഞ്ഞോണമൊന്നുമില്ല, പക്ഷെ ചെയ്യുന്നത് വളരെ മോശമാണ്. നബിതങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നീ അങ്ങനെ ചെയ്യുമായിരുന്നു. മൊബൈൽ ഇങ്ങനെ പിടിച്ചിട്ട് റൗളയിൽ കൂടെ ഇങ്ങനെ നടക്കുക, എന്നിട്ട് ഇവനെ വെച്ചെത്തിയിട്ട് പറയാ, ഈ കിടക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവനെ കൊച്ചാപ്പല്ലേ ഇങ്ങനെ പറഞ്ഞു കിടക്കുക. ഈ കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാവരും കണ്ടോണേ, ഇതാണ് റൗള, അതാണിത്. ഇവനെ വെച്ചിട്ടുകൊണ്ട് നടക്കുക പള്ളിക്കകത്തൂടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അത് വളരെ ശ്രദ്ധിക്കണം. വലിയ അദബുകേടാണ്, വളരെ വലിയ ഗുരുത്തക്കേടാണ്, ജീവിതത്തിൽ വലിയ നാശമുണ്ടാക്കും. മുത്തുനബിയുടെ മുന്നിൽ വളരെ സൗമ്യതയോടുകൂടി നിലകൊള്ളണം. എങ്ങനെയാണ് സിയാറത്ത് ചെയ്യേണ്ടത് നബി മുഹമ്മദ് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിൽ വളരെ നല്ല റാഹത്തായി നിന്നിട്ട് വേണം നമ്മൾ പോകാൻ. ഒരു മോശമായ രീതിയിൽ നമ്മുടെ ജീവിതം കൊണ്ടുപോകാൻ പാടില്ല.